ഹലോ മകളെ, അപ്പോൾ സാർ എന്ന് വന്നിട്ടുള്ളത് ഈ വീക്കിലെ സ്റ്റഡി പ്ലാനായിട്ടാണ്. സാധാരണ നമ്മൾ ഇന്നലെ തിങ്കളാഴ്ച വരുന്നതായിരുന്നു അല്ലേ. പക്ഷേ തിങ്കളാഴ്ച അതായത് ഇന്നലെ നമ്മൾ നമ്മൾ ഓണം എക്സാം സിലബസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള വീക്കുകളിൽ, ഈ മന്തിൽ പ്രത്യേകിച്ച്. കാരണം നമ്മൾ ഇനി പഠിക്കേണ്ടത് എങ്ങനെയാണ്, ആ ഓണം എക്സാമിന് നമുക്ക് ഏതെല്ലാം ചാപ്റ്ററുകൾ ഉണ്ടാവും അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. സോ അതുകൊണ്ടാണ് ഇന്നലെ ആ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് ഓണം എക്സാമിന് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഉണ്ടാവുക എന്നുള്ളത് മക്കൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് വേണം നമുക്ക് ഇനിയുള്ള വീക്കിലി സ്റ്റഡി പ്ലാനുകളും ഡെയിലി പ്ലാനുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ ഈ വീക്കിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് നമുക്കുള്ള ബാക്ക്ലോഗിനെയൊക്കെയാണ്. ഓക്കെ, ബാക്ക്ലോഗിനെയും കാര്യങ്ങളെയാണ് നമ്മൾ ഈ വീക്കിൽ ഫോളോ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ വീക്കിലി സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വീക്കിൽ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ലേ. എല്ലാ സബ്ജക്റ്റിലെയും ആദ്യത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, മാക്സിമം പഠിക്കുക എന്നുള്ളായിരുന്നു. കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു നമ്മളെ ഓരോ സബ്ജക്റ്റിലെയും സെക്കൻഡ് ചാപ്റ്ററിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അല്ലേ. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീക്കിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇത്രയും ദിവസം ഈ ഒരു 2 വീക്കുകളായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെല്ലാം ചാപ്റ്ററുകളുണ്ട് ആ ചാപ്റ്ററുകളിലെ എല്ലാം A to Z കാര്യങ്ങൾ, നിങ്ങൾക്ക് ഡൗട്ടുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, ഈ വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറന്നു പോയിട്ടുള്ള പോർഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡൗട്ടുള്ള പോർഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ള ബാക്ക്ലോഗ് ഉള്ള പോർഷൻസ് ഉണ്ടോ, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഈ വീക്കിൽ പുതിയ ചാപ്റ്റർ പഠിക്കുകയല്ല, പഠിച്ച ചാപ്റ്റർ പിന്നെയും പഠിക്കുകയല്ല. നമുക്ക് ബാക്ക്ലോഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കംപ്ലീറ്റ് പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, റിവൈസ് ചെയ്യാം. അപ്പോൾ കൃത്യമായി നമ്മൾ ഏത് ചാപ്റ്റർ ഒന്നുമില്ല, നമ്മൾ ആദ്യം പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കേസായിരുന്നു നമ്മൾ വീക്കിലി സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞത് സെക്കൻഡ് ചാപ്റ്ററും ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ചാപ്റ്ററും ഈ വീക്കിൽ പരിഗണിക്കാം. ഈ 2 ചാപ്റ്ററിലെയും നമ്മൾ ഓരോ സബ്ജക്റ്റിലെയും ആദ്യത്തെ 2 ചാപ്റ്ററിലെയും എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്ക്ലോഗുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു വീക്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ആക്കുക. അക്കൗണ്ടൻസിയിലാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റും അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യാം, നമുക്കറിയാം ഓണം എക്സാമിന്റെ പാർട്ടായിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുണ്ടാവുക ഗുഡ്വില്ലിന്റെ പോർഷൻ വരെയാണ്. നിങ്ങൾക്കറിയാം, റെഡി? അപ്പോൾ ഈ ഗുഡ്വില്ലിന്റെ പോർഷൻ വരെ പക്ക ക്ലിയർ ആക്കുക. ഓക്കെ, ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ അത് തീർക്കുക. ഓക്കെ, എനിക്ക് ബാക്ക്ലോഗും കാര്യങ്ങളുള്ള എല്ലാ ഡൗട്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക. പ്രോബ്ലംസ് എടുത്ത് ചെയ്ത് റിവൈസ് ചെയ്യുക ഓരോ കാര്യങ്ങളും. റെഡി? അതേപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിലും നിങ്ങൾ ആദ്യത്തെ 2 ചാപ്റ്റർ കൺസിഡർ ചെയ്യുക. ആ 2 ചാപ്റ്ററിലും നിങ്ങൾക്ക് മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ അത് തീർക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർക്കുക. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിൽ പ്രത്യേകിച്ച് നിങ്ങൾ മറന്നു പോകും പെട്ടെന്ന്. കാരണം ഒരുപാട് പോയിന്റ്സ് ആണ് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുക അല്ലേ. ഒരു സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല അക്കൗണ്ടൻസി പോലെ. ബിസിനസ് സ്റ്റഡീസിൽ പോയിന്റ്സ് ആണ് പഠിക്കേണ്ടത്, തിയറിയാണ്. സോ പോയിന്റ്സ് നിങ്ങൾക്ക് മറന്നു പോകാൻ നല്ല സാധ്യതകളുണ്ട്. സോ അത് വീണ്ടും പഠിച്ച് വെക്കുക, മറന്നു പോകാത്ത രീതിയിൽ ക്ലിയർ ചെയ്യുക 2 ചാപ്റ്റേഴ്സും, ആദ്യത്തെ 2 ചാപ്റ്ററും. റെഡി? യെസ്. ദെൻ അതേപോലെ നമുക്ക് നോക്കേണ്ടത് എക്കണോമിക്സിലാണ്. എക്കണോമിക്സിലും ഇതേപോലെ നമ്മൾ മൈക്രോ ഇക്കണോമിക്സിന്റെ സൈഡിലെ ആദ്യത്തെ 2 ചാപ്റ്റർ എടുക്കുക. മൈക്രോ എക്കണോമിക്സിന്റെ സൈഡിലെ ആദ്യത്തെ 2 ചാപ്റ്റർ ആണ്. റെഡി? അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വളരെ സിമ്പിൾ ആണ്. അതുപോലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഈ 2 ചാപ്റ്റർ എടുക്കുക. നന്നായിട്ട് പഠിക്കുക, ഒരു കാര്യങ്ങളും മിസ്സാക്കാതെ പെർഫെക്റ്റ് ആക്കുക ഈ ഒരു വീക്ക് കൊണ്ട്. ഓക്കെ, സെറ്റ്? റെഡി? അതേപോലെ നമ്മളെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കേസിലും ഇതേ കാര്യം തന്നെ ചെയ്യുക. ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ ഈ വീക്ക് കൊണ്ട് സെറ്റ് ആക്കുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഈ വീക്ക് കൊണ്ട് പഠിച്ചു തുടങ്ങുക എന്നല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ കഴിഞ്ഞ വീക്കോ അതിൻ്റെ മുമ്പത്തെ വീക്കോ ഒക്കെ ആയിട്ട് 2 ചാപ്റ്ററായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ബാക്കിലുള്ള കുട്ടികളുണ്ടാവും, കംപ്ലീറ്റ് തീർക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഡൗട്ടുള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷനൊക്കെ മറന്നുപോയവരുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റിലെയും ആദ്യത്തെ 2 ചാപ്റ്ററിൽ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കണം നിങ്ങളിത് ഈ വീക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റ്? അതാണ് നമ്മുടെ ഈ വീക്കിലെ സ്റ്റഡി പ്ലാൻ. ഓക്കെ, കൃത്യമായിട്ട് ഫോളോ ചെയ്തോളുക. നമുക്ക് ഇനി വരുന്ന വീക്കിലൊക്കെ എന്താക്കണം, ഈ ചാപ്റ്റേഴ്സുകളൊക്കെ വീണ്ടും പഠിക്കാനുള്ളതാണ്. നമുക്ക് +2 നമുക്കറിയാം, നമ്മൾ ബാച്ചിൽ ഇന്ന് മുതൽ നാളെ മുതൽ 1 ഷോട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ. യെസ്. അപ്പോൾ അതിന്റെ കൂടെ ആ ലൈവും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ പോട്ടെ. അതല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. സെറ്റ്? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീക്ക് കാണാം, അല്ലെങ്കിൽ വരുന്ന ലൈവിലൊക്കെ കാണാം. ഓക്കെ, അതുവരെ ബൈ.